UDF സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ട് ഓഗസ്റ്റ് 18-ാം തീയതി 3 മാസം പൂർത്തിയാവുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ KPCC എന്ന സംഘടനയ്ക്ക് കൃത്യമായി നാഥനില്ലാതായിട്ട് 3 മാസം പിന്നിടുകയാണ്. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സംസ്ഥാന സർക്കാരിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി പോയതോടെയാണ് KPCCക്ക് നാഥനില്ലാതായത്. ഡൽഹി കേന്ദ്രീകരിച്ച് 3 വട്ടം മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പങ്കെടുത്ത ചർച്ച നടന്നിട്ടും തീരുമാനമായിട്ടില്ല. ഉടനെയെങ്ങും തീരുമാനമാകുമെന്ന തോന്നലും ആവശ്യമില്ല. ഇനിയൊരു 3 മാസം കൂടി കാത്തിരുന്നാലും കേരളത്തിലെ കോൺഗ്രസിന്റെ അമരത്തേക്ക് പുതിയ ഒരാളെ പ്രതിഷ്ഠിക്കാൻ തൽക്കാലം പാർട്ടി നേതൃത്വത്തിന് സാധിക്കുമെന്ന് കരുതാനും വയ്യ. നമ്മൾ പുറത്തുനിന്നും കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. കോൺഗ്രസിൽ KPCC അധ്യക്ഷ പദവിയെ ചൊല്ലി വലിയ പിടിവലി നടക്കുന്നുണ്ടെന്ന് എന്നത് ഉറപ്പാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തുടങ്ങി കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും MLA-മാരും MP-മാരും തുടങ്ങി സമസ്ത മേഖലകളിലും കോൺഗ്രസ് ആധിപത്യമാണ്. എന്നിട്ടും എന്തുകൊണ്ട് KPCCക്ക് ഒരു നായകനെ കണ്ടെത്താൻ സാധിക്കാതെ പോകുന്നു? പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നിലവിൽ 3 തട്ടിലാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പിന്നിൽ പ്രബല വിഭാഗം അണിനിരക്കും. ഒരു വിഭാഗം മുഖ്യമന്ത്രി VD സതീശനും ഒപ്പമുണ്ട്. ഇതിൽ രണ്ടിനും പെടാത്ത ചെറിയ വിഭാഗം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിലും അണിനിരന്നു കഴിഞ്ഞു. ഈ 3 ഗ്രൂപ്പിനും സ്വീകാര്യനായ ഒരാൾ KPCC അധ്യക്ഷ പദവിയിൽ എത്തുന്നതാണ് പാർട്ടിക്ക് ഗുണമെന്നിരിക്കെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരാൾ ഇല്ല എന്നതാണ് വാസ്തവം. അതാണ് ആദ്യം സൂചിപ്പിച്ചത്. ഇനിയൊരു 3 മാസം കൂടി KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടന്നാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ട് 3 മാസം പിന്നിടുകയാണ്. നിലവിൽ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ ചുമതലയിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. എത്രയും വേഗം ചുമതല കൈമാറണമെന്നാണ് സണ്ണി ജോസഫിന്റെ ആഗ്രഹം. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ ഗ്രൂപ്പ് വടംവലികളിലേക്ക് കടന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ടായ വടംവലിയുടെ അടിയൊഴുക്കുകൾ ശാന്തമാകും മുൻപെയാണ് പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പുതിയ പടയൊരുക്കം ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. KPCC പ്രസിഡന്റായിരുന്ന സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും പുതിയ സർക്കാരിൽ മന്ത്രിമാരായതോടെ ഇന്ദിരാഭവന്റെ അമരത്തേക്ക് പുതിയൊരു നായകനെ കണ്ടെത്തുക എന്നത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഭരണം തിരിച്ചുപിടിച്ച ആവേശത്തിനിടയിലും സംഘടനയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ കോൺഗ്രസിലെ പ്രബല ഗ്രൂപ്പുകൾ ഡൽഹി കേന്ദ്രീകരിച്ച് കരുക്കൾ നീക്കാൻ തുടങ്ങിയത് വരും ദിവസങ്ങളിൽ വലിയ തർക്കങ്ങൾക്ക് വഴിമാറുമെന്ന സൂചനയാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയായ ശേഷമുള്ള തന്റെ ആദ്യ ഡൽഹി സന്ദർശനത്തിൽ തന്നെ VD സതീശൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചില പേരുകൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ KC വേണുഗോപാൽ ഈ നീക്കം മുളയിലെ നുള്ളിക്കളഞ്ഞു. ഭരണ നേതൃത്വവും സംഘടനാ നേതൃത്വവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പരസ്യപ്പോരും ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശമാണ് ഇത്തവണ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ ഭരണവേഗതയ്ക്കൊപ്പം നിൽക്കുന്നതും സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതുമായ ഒരു സാരഥിയെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ടെത്താനാണ് നേതൃത്വം താൽപര്യപ്പെടുന്നത്. ഇവിടെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പങ്ക് നിർണായകമാകുന്നത്. എന്നാൽ പാർട്ടി തലപ്പത്തേക്ക് വരാൻ കടുത്ത ആഗ്രഹം പ്രകടിപ്പിച്ച വടകര MP ഷാഫി പറമ്പിലിനെ വെട്ടാൻ മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് രംഗത്തിറങ്ങിയതോടെ സമവാക്യങ്ങളാകെ മാറിമറിഞ്ഞു. KPCC അധ്യക്ഷൻ ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയായ താൻ തന്നെയാണെന്ന കടുത്ത നിലപാടിലാണ് സതീശൻ ഇപ്പോൾ നിൽക്കുന്നത്. ഭരണവും പാർട്ടിയും ഒരേ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ KPCC അമരത്ത് തനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളയാൾ വരണമെന്ന നിർബന്ധം VD സതീശനുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് പിന്നാലെ പാർട്ടി സംഘടനയും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കമാണ് സതീശനിൽ നിന്നും ഉണ്ടാകുന്നത്. ജനപ്രീതിയും പാർട്ടിയിൽ വലിയൊരു യുവനിരയും പിന്തുണയുമുള്ള ഷാഫി പറമ്പിൽ KPCC പ്രസിഡന്റായാൽ പാർട്ടിയിൽ സമാന്തര അധികാര കേന്ദ്രം രൂപപ്പെടുമെന്ന ആശങ്ക മുഖ്യമന്ത്രിയുടെ ക്യാമ്പുകൾക്കുണ്ട്. KC വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഷാഫിയെ മാറ്റി നിർത്തി തനിക്ക് പൂർണ്ണമായി വഴങ്ങുന്നതും ഭരണത്തിൽ ഇടപെടാത്തതുമായ ഒരു നേതാവിനെ കണ്ടെത്താനാണ് സതീശൻ ഡൽഹിയിൽ കരുക്കൾ നീക്കുന്നത്. ഒരാൾക്ക് ഒരു പദവി എന്ന സംഘടനാ നയം ഹൈക്കമാൻഡ് കർശനമായി നടപ്പിലാക്കിയാൽ നിലവിൽ MP-മാരും MLA-മാരുമായിരിക്കുന്ന പല പ്രമുഖരും അധ്യക്ഷന്മാരുടെ അന്തിമ പട്ടികയിൽ നിന്നും പുറത്താകും. ഈ രീതിയിൽ ആകെ കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന വേളയിലാണ് സതീശൻ സർക്കാർ 100ാം ദിനാഘോഷത്തിന്റെ തയ്യാറാകുന്നത്. അപ്പോഴും പക്ഷേ KPCC അധ്യക്ഷന്റെ കസേര ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്.